ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രൊഫസർ മാത്യു പി തോമസ് ശാസ്ത്രീയ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തെ നിരീക്ഷിക്കുന്ന, അനലൈസ് ചെയ്യുന്ന ഒരു പരമ്പരയിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാർ തന്നെ വിശദീകരിക്കുന്നു അടുത്ത വിഷയത്തെക്കുറിച്ചും ആ വിഷയം എങ്ങനെ വേദപുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ഈ ശാസ്ത്രം, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ തിയറിയും മറ്റ് കാര്യങ്ങളും അടങ്ങുന്ന ക്ലാസിക്കൽ മെക്കാനിസം, ക്വാണ്ടം മെക്കാനിസം, ഇതിനെയെല്ലാം ഭരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നത് സയൻസാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നതിന് ഉള്ളതായ 3 തത്വങ്ങളാണ് ഊഷ്മഗതി അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന വിജ്ഞാനത്തിലെ 3 തത്വങ്ങൾ. ആ 3 തത്വങ്ങളാണ് വേദപുസ്തകം മുഴുവനും ഉടനീളം അതനുസരിച്ചാണ് സകലതും എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഓരോ വാക്യം പോലും ഈ 3 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതും പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഊഷ്മഗതി വിജ്ഞാനത്തിലെ 3 തത്വങ്ങൾക്കെതിരല്ല. അപ്പോൾ ഒരു കാര്യം സത്യമാണോ, അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് സയൻസ് എടുക്കുന്നത് ഊഷ്മഗതി വിജ്ഞാനത്തിലെ 3 തത്വങ്ങൾക്ക് അടിസ്ഥാനമായി ഇതിനെ വിശകലനം ചെയ്ത് അതുമായി യോജിക്കുന്നു എങ്കിൽ മാത്രമേ അതൊരു സയൻറ്റിഫിക് ഫാക്റ്റ് ആകത്തുള്ളൂ. ഈ ഡാർവിൻസ് തിയറി എന്ന് പറയാനുള്ള കാരണം അതൊരിക്കലും തെർമോഡൈനാമിക്സിനെ അനുസരിക്കുന്നില്ല, ആ തത്വത്തിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് അത് തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം അതിനെ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ തിയറി എന്ന് വിളിക്കുന്നു. ഇതുവരെയും ഡാർവിൻസ് സയൻസ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഡാർവിൻസ് തിയറി എന്നോ ഡാർവിൻസ് ഹൈപ്പോത്തിസിസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ 3 തത്വങ്ങൾക്കകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന, പെട്ടെന്ന് ലളിതമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാം. ഞാനത് പറയാൻ തുടങ്ങുകയാണ്. ഓക്കെ, അതായത് ഈ 3 തത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് ദ എനർജി കുഡ് നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. എനർജി ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയുകയില്ല. എനർജിയുടെ തുക ഇന്നലെയും ഇന്നും എന്നേക്കും ഒന്ന് തന്നെയാണ്. എനർജി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എനർജി എല്ലാത്തിൻ്റെയും തുക പല രൂപത്തിലാണെങ്കിലും അത് ഏത് രൂപത്തിലാണ് അഖിലാണ്ടത്തിൻ്റെ എനർജി, ദ എനർജി ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അതാണ് ശാസ്ത്രത്തിലെ ഒന്നാമത്തെ തത്വം. It can disappear in one form and appear in another form. But the sum will remains the same. ഡിസപ്പിയർ ചെയ്തും അപ്പിയർ ചെയ്തും കൂടെ കൂട്ടി നോക്കിയാൽ അതിന് ഒരു കുറവും വരത്തില്ല. അതാണ്. അപ്പം ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. എന്നാൽ ബൈബിളിലെ കൺസെപ്റ്റ് അതിനെതിരായിട്ട് ചിന്തിക്കുമ്പോൾ ബൈബിൾ എഴുതിക്കും ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. എനർജി എന്നുള്ളത് മാറ്റിയിട്ട് ഗോഡ് എന്നാക്കിയിരിക്കുകയാണ് ബൈബിളെന്ന് ചിലർ പറയും. പക്ഷേ നേരെ തിരിച്ചാണ്. ഗോഡെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാറ്റി എനർജിന്ന് ചേർത്താണ് തെർമോഡൈനാമിക്സിലെ 1ാം ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. 102-ാം സങ്കീർത്തനത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് തെർമോഡൈനാമിക്സിലെ 3 തത്വങ്ങളെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് AI-യോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും തീർച്ചയായിട്ടും ഈ തെർമോഡൈനാമിക്സിലെ 3 ഇത് തെർമോഡൈനാമിക്സുമായിട്ട് എങ്ങനെ യോജിക്കുന്നു എന്ന് AI-യോട് ചോദിച്ചാൽ നിങ്ങളോട് കൃത്യമായിട്ട് പറയാതെ 3 ലോയും തെർമോഡൈനാമിക്സിൻ്റെ 3 ലോയുടെ വേറൊരു രൂപമാണ്. അപ്പം 102-ാം സങ്കീർത്തനത്തിൻ്റെ 24 മുതൽ 28 ഉള്ള വാക്യങ്ങൾ പറയുന്നതാണ് ദൈവീയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ.
ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവവിശ്വാസിയാണെങ്കിൽ ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ദൈവത്തെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയുകയില്ല. എനർജിയെ നശിപ്പിക്കുവാനോ ഉണ്ടാക്കുവാനോ മനുഷ്യർ കഴിയാതിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യനും ദൈവത്തെ ഉണ്ടാക്കുവാനും കഴിയുകയില്ല, ഒരു മനുഷ്യനും ദൈവത്തെ നശിപ്പിക്കുവാനും കഴിയുകയില്ല. ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പോൾ സാർ ആ എനർജിയെ കുറിച്ച് പറഞ്ഞതിനകത്തെ ഒരു സംശയം ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം വെള്ളത്തിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, അപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യല്ലേ എനർജി? അത് പിന്നെ വെള്ളത്തിൽ നിന്ന് പറയുമ്പം നമ്മൾ ഓർത്തിരിക്കുന്നു, വെള്ളത്തിനകത്ത് ഇപ്പം അണക്കെട്ടിലെ ഇടുക്കിയിൽ ഉള്ള വെള്ളം എന്ന് വിചാരിക്കുക. അതെ, ആ വെള്ളമെന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണത് അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത്. അതെ, ആ പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് താഴോട്ട് ഒഴുക്കുമ്പോൾ അത് കൈനറ്റിക് എനർജി ആകും, മാറുന്നു, അത് ഡിസപ്പിയർ ചെയ്യുകയാണ്. അപ്പം പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആകും. ഈ കൈനറ്റിക് എനർജി വരുമ്പോൾ ഒരു പ്രൊപ്പലിൻ്റെ ലീവ്സെ ചെന്ന് കറക്കുക, അത് മെക്കാനിക്കൽ എനർജി ആകും. മെക്കാനിക്കൽ എനർജി രണ്ട് കാന്തങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഇലക്ട്രിസിറ്റി ആകും. മനസ്സിലായി. അതിന് രൂപഭേദം വരുന്നതല്ലാതെ എനർജി സെയിം ആണ്, അത് അപ്പയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്. മനസ്സിലായി. അതായത് പൊട്ടൻഷ്യൽ ഒരു ഡാമിൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി, വെള്ളം ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൈനറ്റിക് എനർജി ആകും. ഒരു പൾച്ചർക്കത്ര കറക്കുമ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആകും. ആ മെക്കാനിക്കൽ എനർജി മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണ് എനർജി ക്യാൻ ഡിസപ്പിയർ ആൻഡ് അപ്പിയർ ഇൻ ഡിഫറെൻറ്റ് ഫോം, ബട്ട് ദ സം ഈ ഓൾവേസ് ദ സെയിം. കൂട്ടി നോക്കിയാലും കുറച്ച് നോക്കിയാലും സെയിം ആയിരിക്കും. അതിനാണ് പറയുന്നത് എനർജി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഒന്നാമത്തെ തത്വം അതാണ്. അതുപോലെ തന്നെയാണ് ദൈവം ഇന്നലെ ഇന്നും അനന്യനാണ്, സെയിമാണ് അന്ന് പറഞ്ഞിരിക്കുന്നത്. 102-ാം സങ്കീർത്തനത്തിൽ നീയോ നിൻ്റെ സംവത്സരങ്ങൾ എന്നേക്കുമുള്ളത്, നീ എന്നേക്കും അനന്യനാണ് എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പോൾ ദൈവവചനം വിശ്വസിക്കുന്ന ഒരാൾ വിശ്വസിക്കണമെങ്കിൽ ഒന്നാമത്തെ തത്വം വിശ്വസിച്ചേ തീരുകയുള്ളൂ. തീർച്ചയായിട്ടും. സയൻസ് വിശ്വസിക്കുന്നവൻ എനർജി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. തത്വം വിശ്വസിക്കാത്ത ആർക്കും സയൻസ് വിശ്വസിക്കാനൊക്കത്തില്ല, വേറെ ഒന്നും പഠിക്കാനൊക്കത്തില്ല. രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് ഈ ഒന്നുമില്ലായ്മയെന്ന് പറയുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ ഒന്നുമില്ലായ്മയെന്ന് മറ്റൊരു വാക്യം മലയാളത്തിൽ എന്താ എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാ. ഒന്നുമില്ലായ്മയിൽ നിന്നും ചില ഉള്ളതിനെ വിളിച്ചു വരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം, ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്ന്. അപ്പം അതിനെ ഒന്നുമില്ലായ്മയെ സയൻസ് അതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഡിസോർഡർ എന്നാണ്. ഡിസോർഡർ. ആ ഡിസോർഡറിൽ നിന്ന് ഓർഡറിനെ വിളിച്ചു വരുത്തുക എന്നാണ് സൃഷ്ടിപ്പെന്ന് പറയുന്നത്. അതെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ ഉള്ളതിനെ വിളിച്ചു വരുത്തിയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ ദൈവം ശൂന്യതയിൽ നിന്നാണ് സകലവും സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ ശക്തി കൊണ്ടാണ് അത് തൻ്റെ ശക്തിയാൽ സർവത്തെയും സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ് ക്രിയേറ്റഡ് എവറിതിങ് വിത്ത് ഹിസ് ഓൺ എനർജി എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം തൻ്റെ ശക്തിയാൽ സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ ഭാഗമാണ് ഇതായിട്ട് മാറിയത്, മാനിഫെസ്റ്റേഷനായിട്ട് വന്നത്. ഓക്കെ, മനസ്സിലായോ? ദൈവം തൻ്റെ ശക്തിയാൽ അഖിലാണ്ടത്തെ നിർമ്മിച്ചു എന്നാണ് യിരെമ്യാവും യെശയ്യാവും പറയുന്നത്. ദൈവം തൻ്റെ ശക്തിയാൽ അഖിലാണ്ടത്തെ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ എനർജി ട്രാൻസ്ഫോർമേഷനാണ്. ആ ദൈവത്തിൻ്റെ ശക്തി ആ എനർജിയെ ഇതുപോലെ ആക്കി തീർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഉള്ളതിനെ വിളിച്ചു വരുത്തി എഴുതിയിരിക്കുന്നു. അപ്പം ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ ശൂന്യത അല്ലെങ്കിൽ ദ്രവത്വം എന്നൊക്കെ പറയുന്നതിന് ഡിസോർഡർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്രവത്വത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഓർഡറിലാക്കുക എന്നർത്ഥം. ഒരു വാച്ച് കീ കൊടുത്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ എനർജിയാണ് അവിടെ ചിലവാക്കുന്നത്. നമ്മുടെ പഴയ കീ കൊടുക്കുന്ന വാച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ എനർജി കൊണ്ട് കീ കൊടുത്ത വാച്ചിനെ അതിൻ്റെ 0 എൻട്രോപ്പിലാക്കും. ഡിസോർഡറിലായിപ്പോയ വാച്ചിനെ നമ്മൾ വീണ്ടും 0 എൻട്രോപ്പിൽ, അതിന് 0 ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡറിലാക്കണമെങ്കിൽ, 0 എന്ന് പറഞ്ഞാൽ ഓർഡറിലാക്കുക എന്നർത്ഥം. 0 എൻട്രോപ്പിലാക്കണമെങ്കിൽ നമ്മുടെ എനർജി കൊടുക്കണം. മനസ്സിലായോ? നമ്മുടെ എനർജി കൊടുക്കാതെ
ഈ വാച്ചിന് ജീവൻ കൊടുക്കാൻ കഴിയില്ല, സാധിക്കത്തില്ല. സാധ്യമല്ല. ഇതേ പ്രമാണമാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യം. അതായത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഒരു മാങ്ങാണ്ടി മരിക്കാതെ ഒരു മാവ് ഉണ്ടാകത്തില്ല. അപ്പം ഒരു ഓർഡർ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സാക്രിഫൈസ് ആവശ്യമാണ്. അപ്പം സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിസോർഡറിൽ നിന്നും ഓർഡർ ഉളവായി വരണമെങ്കിൽ വേറെ ഒരു ഓർഡർ അതിൻ്റെ പിന്നിൽ മരിക്കണം. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഭാഷ്യം. അതായത് ഈ കാർനോട്ട് സൈക്കിള് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ആദ്യം ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചത്. ഈ കാർനോട്ട് സൈക്കിൾ പ്രവർത്തിക്കണമെങ്കിൽ അവർ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ലോകത്തിലെ സകല യന്ത്രങ്ങളും സകല മെഷീൻസും പ്രവർത്തിക്കുന്ന ഈ സെക്കൻഡ് ലോ അനുസരിച്ചാണ്. ഈ സെക്കൻഡ് ലോ അനുസരിച്ച് നമ്മൾ എനർജി നഷ്ടപ്പെടാതെ വേറൊരു ഓർഡർ ഉണ്ടാക്കാനൊക്കെയില്ല. അപ്പം ഒരു കാർനോട്ട് സൈക്കിൾ അനുസരിച്ച് അതിന് സോഴ്സുണ്ട്. സോഴ്സിൽ നിന്നും എനർജി എടുത്ത് മെഷീനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മെഷീനിൽ നിന്ന് ഇറങ്ങി വരുന്ന എനർജി സിങ്കിൽ ചെന്ന് ഇല്ലാതാകും. അതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ തത്വം. അതായത് സോഴ്സും സിങ്കും ഇല്ലാതെ ഒരു കാർനോട്ട് സൈക്കിൾ പ്രവർത്തിക്കുകയില്ല. സോഴ്സിൽ നിന്ന് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് മെഷീൻ പ്രവർത്തിക്കുകയും പിന്നീട് അത് സിങ്കിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും എനർജിയുടെ ഭാഗം. അപ്പോൾ അതുതന്നെയാണ് കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിക്കുന്നത്. എനർജി കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് കംപ്ലീറ്റ്ലി വിത്തൗട്ട് മേക്കിംഗ് ചേഞ്ചസ് എൽസ്വെയർ എന്നാണ് കെമിസ്ട്രി പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കംപ്ലീറ്റായിട്ട് വർക്ക് ആക്കണമെങ്കിൽ ആ എനർജിയുടെ ഒരു ഭാഗം നഷ്ടപ്പെടുത്താതെ നടക്കുകയില്ല. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ തത്വം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡറിൽ നിന്നും ഒരു ഓർഡർ ഉളവായി വരണമെങ്കിൽ മറ്റൊരു ഓർഡർ അതിൻ്റെ പിന്നിൽ മരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാർ ഓടിക്കണമെങ്കിൽ ഈ പെട്രോൾ മരിച്ചേ വെക്കുള്ളൂ, അല്ലെ ഡീസൽ മരിക്കണം, അല്ലെ അത് വണ്ടി ഓടത്തില്ല. അത് മരിച്ചിട്ട് പുകയായിട്ടങ്ങ് പോകും. മനസ്സിലായോ? ഒരു വിത്ത് മരിക്കാതെ ഒരു വൃക്ഷമുണ്ട്, പ്ലാൻ ഉണ്ടാകത്തില്ല. അതുപോലെ ഈ നമ്മുടെ ഈ സൗരയൂഥത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഈ വലിയ ത്യാഗം സഹിക്കുന്നത് സൂര്യനാണ്. എരിഞ്ഞാതെ ഒരു സെക്കൻഡിൽ സൂര്യനിൽ 42 ലക്ഷം ടൺ മാറ്റർ, 42 ലക്ഷം ടൺ മാറ്റർ ഒരു സെക്കൻഡിൽ മരിക്കണം. ഒരു സെക്കൻഡ്. അത് ഞാൻ പറയുന്നതല്ല, സയൻസിലെ ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും കാണാം. അപ്പം ഈ സൗരയൂഥം നമ്മുടെ ഹാർട്ട് ബീറ്റും നമ്മുടെ ജീവിതവും ഈ ഭൂമിയിലെ സകല മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റും നിയന്ത്രിക്കുന്നത്, സകല മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കുന്നത്, സകല ചരാചരങ്ങൾക്കും ഓക്സിജൻ കൊടുക്കുന്നത്, സകല ചരാചരങ്ങളെയും ജീവനോടെ നിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ത്യാഗം ഈ സൗരയൂഥത്തിൽ നടക്കുന്നത് സൂര്യനിലാണ്. യഹോവയായ ദൈവം സൂര്യനാണെന്ന് എഴുതിയിരിക്കുന്നു. സൂര്യനെ ദൈവത്തെ പരിചയപ്പെടുത്താൻ സിമിലിയായിട്ട് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. ഈ സൂര്യൻ കത്തിയെരിഞ്ഞ് മരിക്കുന്നില്ല എങ്കിൽ ഇവിടെ നമ്മൾ ശ്വസിക്കുകയില്ല, ഓക്സിജൻ ഉണ്ടാകത്തില്ല, നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കുകയില്ല. വൃക്ഷങ്ങളും കോടാനുകോടി വൃക്ഷങ്ങൾ ഈ നമ്മൾ ശ്വസിച്ച് വിടുന്ന കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് അതിനെ പഴവർഗ്ഗങ്ങളും ധാന്യവർഗ്ഗങ്ങളുമായി മാറ്റി വരുമ്പോൾ ഡിസോർഡറിൽ നിന്ന് ഓർഡർ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ തത്വത്തെ നമുക്ക് നിർവചിക്കാവുന്നത്, അതായത് ഒരു ദ്രവത്വത്തിൽ നിന്നും അദ്രവത്വത്തിലേക്ക് ഒരു കാര്യത്തെ മാറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അദ്രവത്വം മരിക്കണം എന്ന് വേദപുസ്തക ഭാഷയിൽ പറയാം. എന്നാൽ മനുഷ്യൻ്റെ ഭാഷയിൽ പറയുമ്പം an order is to be originated out of chaos and confusion with the help of another order എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നടക്കുകയില്ല. അതായത് ഡിസോർഡറിൽ ഒരു ഓർഡർ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റൊരു ക്രമം മരിക്കണം. ക്രമക്കേടിൽ, മലയാളത്തിൽ പറഞ്ഞാൽ ക്രമക്കേടിൽ നിന്ന് ക്രമം ഉളവായി വരണമെങ്കിൽ
മറ്റൊരു ക്രമം അതിൻ്റെ പിന്നിൽ മരിക്കണം. അതിൻ്റെ തത്വത്തിലാണ് സകല സയൻറ്റിഫിക് വേൾഡിൽ ഈ സകലതും നടക്കുന്നത്. ഈ സൗരയൂഥത്തിൽ നടക്കുന്ന സകല ആക്ടിവിറ്റീസും സൂര്യനിൽ മരണം സംഭവിച്ചില്ലേ എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലായിപ്പോകും. കംപ്ലീറ്റ്. ഓക്സിജനില്ല, വെള്ളമില്ല, ഒന്നുമില്ല, സകലവും. അപ്പോൾ ഈ 42 ലക്ഷം ടൺ മാറ്റർ മരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രത്തിലെ വലിയൊരു തത്വമാണ്. അതുകൊണ്ടാണ് ഈ 9 മിനിറ്റ് കൊണ്ട് സൂര്യനിൽ നിന്നെത്തുന്ന സൂര്യരശ്മി ചെടി ഭൂമിയിൽ നിന്നും വലിച്ചെടുക്കുന്നതായ വെള്ളത്തെയും ആകാശത്തു നിന്ന് വലിച്ചെടുക്കുന്നതായ കാർബൺ ഡൈ ഓക്സൈഡിനെയും 10⁻⁻12 സെക്കൻഡ് കൊണ്ട് അതിനെ ഫ്രൂട്ട്സും ധാന്യവർഗവുമായിട്ട് കൺവേർട്ട് ചെയ്യാം. മനുഷ്യൻ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടെ ചേർത്ത് സോഡ ഒരിക്കലും ആകത്തില്ലല്ലോ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തിയുടെ ആ ചിന്ത നമുക്ക് വരുന്നത്. കാരണം സൂര്യനിൽ നിന്ന്, അതായത് ചെടിക്കൊരു ചുമതല കൊടുത്തിട്ടുണ്ട്. ആഴത്തിൽ നിന്ന് വെള്ളം വലിച്ച് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരിതാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നെ ആഗിരണം ചെയ്യണം. ഇത് പച്ച നിറമുള്ളിടത്ത് വെച്ചേ നടത്താൻ പറ്റുള്ളൂ. അതിൻ്റെ ഈ സെൻസറ്റൈസർ എന്നാണ് പറയുന്നത്. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത് സെൻസറ്റൈസറാണ്. ഈ സെൻസറ്റൈസറിൽ ഈ വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും വന്നാൽ ഉടനെ സൂര്യൻ പെട്ടെന്ന് ഓർഡർ കൊടുക്കുകയാണ്. ചൂടാകുന്ന വെളിച്ചത്തോടുകൂടെ വരുന്നതായ ചൂടിനെ ഈ ഇലയുടെ ഇടയിൽ വരുമ്പോൾ സെൻസറ്റൈസർ പിടിച്ചെടുക്കുകയും 1 സെക്കൻഡിൻ്റെ 10⁻⁻12 സെക്കൻഡ് കൊണ്ട് ഇതിനെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വെള്ളത്തെയും അതിനെ ഫ്രൂട്ട്സും ധാന്യവർഗവുമാക്കി മാറ്റും. കാനാവിലെ കല്യാണത്തിന് യേശു ചെയ്തത് അതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തമ്പുരാൻ സൃഷ്ടാവല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ മേളിൽ നിന്ന് എടുത്തു, വെള്ളത്തെ അവിടെ എടുത്തു, രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് തൻ്റെ ശക്തി അങ്ങ് പുറപ്പെട്ടപ്പോൾ അത് വീഞ്ഞാക്കി വന്നു. മനസ്സിലായോ? ദൈവം ചെയ്തത് അതേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിനെ ഭൂമിയിൽ നിന്ന് ആദ്യത്തെ അടയാളമായിട്ട് താൻ ഇതുവരെയും അതിന് പ്രിപ്പയർ ആകാത്ത ഒരു സമയത്ത് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു, അവൻ എന്തോ പറയുന്നു അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ പുത്രൻ എന്ത് ചെയ്തു? ആകാശത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൊണ്ട് ഫോട്ടോസിന്തസിൻ്റെ ഏറ്റവും ആവശ്യം. ഇമ്മീഡിയറ്റ് ആയിട്ട് കർത്താവ് ഫോട്ടോസിന്തസിസ് നടത്തി കൊടുത്തതാണ് വൈൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വലിയ സൂര്യനിൽ ഈ മരണം നടക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു ആക്ടിവിറ്റി നടക്കത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കുന്നു, എന്നാൽ ചത്തുവെങ്കിലോ അതിമടങ്ങായിട്ട് ഫലം കായ്ക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി മരിച്ച് ജീവനെ തരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇതാണ് ക്രൂശ് മരണത്തിൻ്റെ അർത്ഥം. സെക്കൻഡ് ലോയാണ്. യേശുവിടെ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരമായി ചെയ്തത് സെക്കൻഡ് ലോയാണ്. ആ സെക്കൻഡ് ലോ സാധാരണക്കാരൻ്റെ ഭാഷയിൽ യേശു ക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കുന്നു, അതോടെ തന്നെ ആയിരിക്കും. ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കും. ഇതിനാണ് ഞാൻ വന്നതെന്ന് കർത്താവ് തെളിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു നല്ല ഇടയൻ്റെ കാര്യം നമ്മൾ കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സാണ് കർത്താവ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞത്. ഒരു മാങ്ങാണ്ടി മരിച്ചിട്ടൊരു മാവുണ്ടാകത്തില്ല. നമ്മൾ ഒരു പാടത്ത് ചെന്ന് നെൽച്ചെടികൾ നിങ്ങൾ മന്ദമാരുതനിൽ ഇങ്ങനെ സന്തോഷിച്ച് ആറാടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ നെൽമണികളെല്ലാം കൂടെ പറയും, മൂഢനായ മനുഷ്യ, ഞങ്ങളുടെ എല്ലാം ചൂട്ടിൽ ഓരോ നെൽമണികൾ മരിച്ചു. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കത്തില്ലായിരുന്നു.
ഞങ്ങൾ ജീവിച്ച് ഫലം കായ്ക്കണമെങ്കിൽ അതിൻ്റെ മരണമാണ്. അഖിലാണ്ടത്തിൽ അത് എഴുതിയിരിക്കുകയാണ്. അതായത് ഒരു ഡിസോർഡറിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായെങ്കിൽ മറ്റൊന്നതിൻ്റെ പിന്നിൽ മരിക്കണം. അതാണ് യേശു ക്രിസ്തു കാൽവറിയിൽ സകല മനുഷ്യജാതിക്ക് വേണ്ടിയും നമ്മളെ ദൈവസന്നിധിയിൽ തിരികെ കൊണ്ടുപോകാൻ, നമുക്ക് പരദേശിയിലേക്ക് കൊണ്ടുപോകാൻ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ മരിക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഗോതമ്പ് മണിയുടെ സാദൃശ്യത്തിൽ നമ്മളെ നൽകി നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് രണ്ടാമത്തേത്. ഈ രണ്ട് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം. ഒന്ന്, അവൻ ഒന്നുമില്ലായ്മയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ആ ഡിസോർഡറിലായിരുന്നു. ആ ഡിസോർഡറിൻ്റെ മാക്സിമത്തിൽ നിന്നും ഓർഡറിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എനർജി സ്പെൻഡ് ചെയ്തു. ദൈവത്തിൻ്റെ എനർജി തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ത്യാഗം അവിടെയുണ്ട്. അപ്പം രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രവത്വത്തിൽ നിന്നും ദ്രവത്വം ഇല്ലായ്മയിലേക്ക് ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഓർഡർ മരിക്കണം. ഇതാണ് സെക്കൻഡ് ലോ. അത് സയൻസിന്, കെമിസ്ട്രിയിലും ഫിസിക്സിലും ലോകത്തിലെ സകല സയൻറ്റിഫിക് വേൾഡിൽ നടക്കുന്നതെല്ലാം സെക്കൻഡ് ലോയുടെ പൂർത്തീകരണമാണ് നടക്കുന്നത്. ഇനി മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് എല്ലാ മാറ്ററിനും ദ്രവത്വം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. നമ്മൾ വേദോസ്വത്തിൽ പാക്കും പൗലോസാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സകല ജഡവും സകല സൃഷ്ടികളും ഈറ്റുനോടെ ദ്രവത്വത്തിലുള്ള വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ സകല സൃഷ്ടികളും ദ്രവത്വത്തിലേക്ക് പോവുകയാണ്. ആ ദ്രവത്വത്തിൽ നിന്നൊരു വിടുതൽ വരണമെങ്കിൽ ദ്രവത്വത്തിന് വേണ്ടി ഒരു സാക്രിഫൈസ് കൊടുക്കുന്ന ഒരാൾ വരണം. നമ്മുടെ ശരീരവും ഞരങ്ങുന്നതെന്ന് പറയുന്നത് ദ്രവത്വത്തിൽ നിന്ന് വിടുതലിന് വേണ്ടിയാണ്. നമ്മുടെ ശരീരവും ഭാരപ്പെട്ട് ഞരങ്ങുന്നത്. അപ്പോൾ എല്ലാ ദ്രവത്വം എന്ന് പറയുന്ന വസ്തുതയെ അളക്കാനുള്ള ഒരു മെഷറിങ് റോഡാണ്, മെഷറിങ് യൂണിറ്റാണ് എൻട്രോപ്പി. എൻട്രോപ്പി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ്രവത്വത്തിലേക്ക് പോകുന്നു എന്നർത്ഥം. ഒരു അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് സൈഗോട്ട് രൂപത്തിലാകുമ്പോൾ ആ എൻട്രോപ്പി 0 ആയിരിക്കും. ഈ എൻട്രോപ്പി കൂടുമ്പോൾ അത് അതിൻ്റെ ദ്രവത്വത്തിലേക്ക് പോകുമ്പോൾ അതനുസരിച്ചാണ് അത് പുറത്തു വരുന്നതും. പിന്നെ ലോകത്തിലെ ജീവിതത്തിലെ എൻട്രോപ്പി കൂടി മാക്സിമത്തിൽ വരുമ്പോൾ മൃത്തനായതിന് ശേഷം കൈയും കാലും തളർന്ന് ശരീരം ദ്രവിച്ച് ദ്രവത്വത്തിൻ്റെ ഡിസോർഡറിൻ്റെ മാക്സിമം ആകുമ്പോൾ നമ്മൾ പറയും അപ്പച്ചൻ്റെ എൻട്രോപ്പി അതിൻ്റെ മാക്സിമത്തിലെത്തിയെന്ന്. ഏതെങ്കിലും ഒരു വസ്തുതയുടെയോ ഒരു സിസ്റ്റത്തിൻ്റെയോ എൻട്രോപ്പി മാക്സിമം എത്തിയാൽ പിന്നീട് അതിന് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് 102-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ നീ പുരാതനമായി അഖിലാണ്ടത്തിന് അടിസ്ഥാനമിട്ടു, ഒന്നുമില്ലായ്മയിൽ നീ സകലത്തെയും വിളിച്ചു വരുത്തി, ഡിസോർഡറിൽ നിന്ന് ഓർഡർ ഉണ്ടാക്കി. എന്നാൽ അവയെല്ലാം പഴകിപ്പോകും, വസ്ത്രം മഴയിൽ പോകുന്നത് പോലെ അവയെല്ലാം ജീർണിച്ചു പോകും, ആകാശം ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കൂടുവെന്ന്. അപ്പം ദൈവം സൃഷ്ടിച്ച എല്ലാം ഈ ലോകത്തിലെ എല്ലാം തീരുന്ന ഒരവസ്ഥയിലുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്നുള്ളതിൻ്റെ ഒരു 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 എന്തായാലും പറയുന്ന ഒരു കാഴ്ചപ്പാട് ദൈവം നമുക്ക് തരികയാണ്. അപ്പം ഇത് കംപ്ലീറ്റ് ദ്രവത്വത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ പാട്ടുകാരെഴുതിയിട്ടുള്ളത് ഞാൻ ഒന്നും അറിയാൻ വയ്യാത്ത, സയൻസ് അറിയാൻ വയ്യാത്ത ഈ നമ്മുടെ എല്ലാ ക്രിസ്തീയ ഗീതങ്ങളിലും ഈ 3 ലോയെ അനുസരിച്ചാണ് പാട്ടുപോലും എഴുതിയിരിക്കുന്നത്. കാണുന്നതെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം എൻട്രോപ്പി കൂടുമെന്നാണ് പറഞ്ഞത്. അതെ, കാണുന്നതെല്ലാം അഴിയും എന്ന് പറഞ്ഞാൽ ദ്രവത്വത്തിലേക്ക് പോകും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും, എന്തോ അതിൻ്റെ മഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. തെർമോഡൈനാമിക്സിൻ്റെ 3 ലോയുമാണ് ആ പാട്ട്.
നമ്മൾ മഹാകവി കേശവൻ്റെ പാട്ടെടുത്താലും പഴയ ഭക്തന്മാർ എഴുതിയതെല്ലാം ഈ 3 ലോയെ അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞതിൻ്റെ അകത്ത് ഈ 3 ലോയും ഉണ്ട്. വേദപുസ്തകത്തിലെ ഏത് വാക്യം എടുത്താലും ഈ 3 ലോയും ഉണ്ട്. വേറൊരു പുസ്തകത്തിലും അതില്ല. എന്നാൽ അതുകൊണ്ടാണ് വേദപുസ്തകം സത്യവേദപുസ്തകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനം സയൻസിന് എതിരല്ല, അതിൻ്റെ പൂരകമാണ്. അപ്പം 3-ാമത്തെ തത്വം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും ദ്രവത്വമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയും. 3-ാമത്തെ തത്വമാണ്. ഈ ദ്രവത്വമുള്ളതെല്ലാം അദ്രവത്വത്തെ പ്രാപിക്കുമെന്ന് പൗലോസ് കോരിന്ത്യർക്ക് എഴുതുന്നല്ലോ. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ ഭൗതികമായ പ്രാകൃതമായത് സ്വർഗീയമായതിനെയും നമ്മൾ മരണസമയത്ത് ആ വാക്യം പറയുന്നത് അത് പറയുന്നത് എൻട്രോപ്പി 0 ആകുമെന്നാണ് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷേ സയൻസ് അറിയാവുന്നവർക്ക് മാത്രമേ അതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് തന്നെയാണ് പൗലോസ് എഴുതിയ ഓരോ വാക്കും എടുത്ത് നോക്കിയാൽ, പ്രവാചകന്മാർ എഴുതിയ ഓരോ വചനം എഴുതി നോക്കിയാൽ ഈ 3 ലോ അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു വചനം പോലും അതിനെതിരായിട്ട് എഴുതിയിട്ടില്ല. അപ്പം ഈ 3-ാമത്തെ തത്വം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോയിൽ ലോകത്തിലുള്ള എല്ലാ മാറ്ററും അദ്രവത്വത്തെ പ്രാപിക്കും, പിന്നെ ദ്രവത്വം ഉണ്ടാകുകയില്ല എന്നാണ്. അപ്പോൾ ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ വിഷമമാണെങ്കിലും ഞാൻ പറയാം, വെള്ളം ഐസാകുന്നത് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ആ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്നും -1, -2 അങ്ങനെ -273 ഡിഗ്രി 273.15 സെൻറ്റിഗ്രേഡ് വരുമ്പോഴാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്നും 273.15 ഡിഗ്രി താഴെയോട്ട് പോയി ചെന്ന് അവസാനിക്കുന്ന പോയിന്റിനെയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് സീറോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദ്രവത്വമില്ല. മനസ്സിലായോ? അതുമാണ് പൗലോസ് പറയുന്നത്. ഈ മരണസമയത്ത് പറയുന്നത് എല്ലാം ഈ കാര്യമാണ് പറയുന്നത്. പർദീസയിൽ ദ്രവത്വമില്ല, അദ്രവത്വമില്ല, നമ്മൾ സ്വർഗീയമായതിനെ പ്രാപിക്കും എന്നൊക്കെ പറയുന്നതെല്ലാം അദ്രവത്വത്തെ പ്രാപിക്കാൻ 0 ഡിഗ്രി ആകുന്ന പർദീസയിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം എല്ലാ മാറ്ററിനും ഒരു പർദീസയുണ്ട്. അബ്സല്യൂട്ട് സീറോയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് നശിക്കുകയില്ല. അതുകൊണ്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദ്രവത്വമുള്ള അദ്രവത്വത്തെ പ്രാപിക്കും എന്നെഴുതിയിരിക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് 3 രാജ്യങ്ങളെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. ഒന്ന് ഭൂമിയിലെ സഭാമണ്ഡലമാകുന്ന സ്വർഗരാജ്യം. അവിടെ കളയും വിത്തും ഗോതമ്പും ഒരുമിച്ച് അത് ഗോതമ്പ് മണികളെ മാത്രമേ ഈ സ്വർഗരാജ്യത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. അവിടുന്ന് വീണ്ടും ഫിൽട്രേഷനുണ്ട്. ആ ഫിൽട്രേഷൻ നടത്തി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അതാണ് പർദീസ. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ പർദീസ വരുന്നതിന് മുമ്പ് ഈ ദ്രവത്വമുള്ളത് ചുട്ടെരിയണം. അതിനാണ് ഈ ഭൂമിയിലെ 1/2 ഭാഗം വെള്ളമല്ലേ. ഈ ഭൂമിയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുണ്ടായതാണ്. ഈ ഇതിനെ വള്ളത്തെ സ്പ്ലിറ്റ് ചെയ്യും. പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നതിന് മുമ്പ് ഈ ദൈവത്തിൻ്റെ വചനത്താൽ വെള്ളത്താൽ ഉളവായ ഭൂമിയും അതിലുള്ളതൊക്കെയും അതേ വചനത്താൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി മാറുമെന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്ന ഈ വെള്ളം സ്പ്ലിറ്റ് ചെയ്യും. ഈ സമുദ്രജലം മുഴുവൻ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആകും. ഈ ഭൂമിയിലെ സകലതും വെന്തഴിയുമ്പോൾ പഴയതെല്ലാം മാറിപ്പോകും. പഴയതെല്ലാം മാറിപ്പോകുമ്പോൾ 0 എൻട്രോപ്പിയിലുള്ള സ്വർഗീയ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വരും. ഇനി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ ദൈവം താനും തൻ്റെ ഭക്തന്മാരിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖമുണ്ടല്ല, വേദനയുമില്ല, ഇനി രാത്രിയുമില്ല എന്ന് പറഞ്ഞ് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിക്കളയും. ഇതൊക്കെ വളരെ സയൻറ്റിഫിക് ട്രൂത്താണ്. ഈ 3/2 വെള്ളത്തെ മുഴുവനും ഈ കർത്താവിൻ്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പം ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നത് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു അക്ഷരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പത്രോസ് ഈ സയൻറ്റിഫിക് ട്രൂത്ത് പറയണമെന്നുണ്ടെങ്കിൽ സ്വയം പറഞ്ഞതല്ല, ദൈവത്തിൽ നിന്ന് കിട്ടിയ വചനം പറഞ്ഞതാണ്. അത് 100% നടക്കാൻ പോവുകയാണ്.
ഈ ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായി, ഓക്സിജനിൽ ഹൈഡ്രജൻ കത്തി മൂലപദാർത്ഥങ്ങൾ വെന്തഴിയും, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അങ്ങനെ പർദീസ വരുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു നദി ഒഴുകും. അത് പളുങ്ക് കടൽ എന്നാണ് പറയുന്നത്. അത് പളുങ്കടൽ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോൾ പളുങ്ക് ക്രിസ്റ്റലൈൻ വാട്ടറാണ്. വലപ്പാട് പുസ്തകത്തിൽ കറക്റ്റായിട്ട് അത് കൊടുത്തിരിക്കുന്നത് പളുങ്ക് കടൽ ക്രിസ്റ്റലൈൻ വാട്ടർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അത് 0 ഡിഗ്രി അബ്സല്യൂട്ട്ലി അങ്ങനെ ആകത്തുള്ളൂ. അപ്പോൾ ഈ 3 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നതെന്നും മനുഷ്യൻ്റെ ആയുസ്സും ഭാവിയും നിർണ്ണയിക്കുന്നത് ഈ 3 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ളവർ മണ്ടന്മാരില്ല. അവരെഴുതിയതെല്ലാം 102-ാം സങ്കീർത്തനത്തിൻ്റെ 23 മുതൽ 27 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാട്ട് പോലും എഴുതിയിട്ടുള്ളത്. കാണുന്നതെല്ലാം അഴിയും, ഈ കാണുന്നതെല്ലാം നീങ്ങിപ്പോകും, പുതിയ യുഗം വിരിയും, പിരിയ വരാതെ നാം നിത്യതയിൽ പാർക്കുമെന്നുള്ള അബ്സല്യൂട്ട് സീറോയിൽ പർദീസ വരുമെന്നും അതോടുകൂടെ മനുഷ്യചരിത്രം അവസാനിക്കുമെന്നും ഇതാ ദൈവത്തോടുകൂടെ മനുഷ്യൻ്റെ നിവാസം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് വരുമെന്നുമാണ് ഊഷ്മഗതി വിജ്ഞാനം പറയുന്നത്. 102-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ പണ്ട് നീ പൂർവ്വകാലങ്ങൾക്ക് മുമ്പ് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, അവയെല്ലാം പുതപ്പ് പോലെ പഴകിപ്പോകും, പുതപ്പ് ചുരുട്ടുന്നത് പോലെ ചുരുട്ടിക്കളയും. നീയോ അനന്യൻ, നിൻ്റെ മക്കൾ നിൻ്റെ സന്ധിയിൽ നിത്യം വസിക്കും. ദാറ്റ് ഈസ് പർദീസ. അതുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടൊന്നും സയൻസിലില്ല. 3 തത്വങ്ങൾ വേദപുസ്തകം പറയുന്നു. അതേ തത്വമാണ് തെർമോഡൈനാമിക്സിലുള്ളത്. തെർമോഡൈനാമിക്സിൻ്റെ വെളിച്ചത്തിൽ 100% ദൈവവചന വിശ്വാസ്യവും യേശുക്രിസ്തു വന്ന് ക്രൂശിൽ മരിച്ചത് ഒരു അത്യാവശ്യ കാര്യവുമായിരുന്നു എന്ന് വളരെ നന്നായി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനമായ 3 തത്വങ്ങൾ, അത് വേദപുസ്തകത്തെ സംബന്ധിച്ച് എങ്ങനെ വേദപുസ്തക ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി പ്രൊഫസർ മാത്യു പി തോമസ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായേക്കാം, ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. നമ്പർ കൊടുത്തേര്, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇടുക. അടുത്ത എപ്പിസോഡിൽ സാർ വരുമ്പോൾ ആദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതും കൂടാതെ പ്രൊഫസർ മാത്യു പി തോമസിൻ്റെ നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.